അതോടൊപ്പം തന്നെ ആഹാരത്തിലും നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചൂട് സീസണിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം, ഇപ്പം പറയും ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോൾ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പായിട്ട് പോകുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ഒത്തിരി കമ്പോണൻസ്, ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റ്സിനെ അതിനെ കൂടെ നമ്മൾ ചേർത്തുള്ള ഔഷധം, ഈ ജലമായിരിക്കണം കുടിക്കേണ്ടത്. അതിപ്പോൾ മോഡേൺ മെഡിസിനൊക്കെ നമുക്കറിയാം ഡീഹൈഡ്രേറ്റഡ് ഓറൽ സിറപ്പുകളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ആയുർവേദ ഔഷധങ്ങൾ, ശീതവീര്യമുള്ള ഔഷധങ്ങൾ, അതോടൊപ്പം തന്നെ ഈ നിർജ്ജലീകരണത്തെ തടയുന്നതിനുള്ള ഈ പറഞ്ഞ മിനറൽസും കാൽസ്യം അങ്ങനെയുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങളുണ്ട്. അതിട്ടുള്ള വെള്ളങ്ങൾ, പാനീയങ്ങൾ ഉണ്ടാക്കി കുടിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണ നമുക്ക് പൊതുവേ വേനൽക്കാലത്ത് വിശപ്പ് കുറവായിരിക്കും തണുപ്പ് സീസണെ അപേക്ഷിച്ച്. അപ്പോൾ എപ്പോഴും നമ്മുടെ ദഹനശക്തിയൊക്കെ കുറയുന്ന സമയമാണ്. ഒന്ന്, നമുക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടി വരുന്നു, അതോടൊപ്പം തന്നെ ദഹനശക്തി കുറയുന്നു. ഈ അവസരത്തിൽ നമ്മൾ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ ഈ ബിരിയാണി പോലുള്ള ആഹാരങ്ങളൊക്കെ ഈ സമയത്ത് കഴിച്ചാൽ ദഹിക്കാൻ പ്രയാസമായിരിക്കും. കാര്യം നമ്മുടെ ദഹനശക്തി വളരെ കുറവാണ്. അതിന് കുറച്ചുകൂടെ നമുക്ക് ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രത്യേകതരം കഞ്ഞികൾ, നമുക്കറിയാം നമ്മുടെ പൂർവികരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവേ നമുക്കറിയാം കർക്കിടക മാസത്തിലൊക്കെ കർക്കിടക കഞ്ഞി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സമ്മർ സീസണിലുമൊക്കെ തന്നെ പ്രത്യേക ഔഷധങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കഞ്ഞികളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ ഈ നിർജ്ജലീകരണം അതിനു വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആയുർവേദത്തിൽ ഒട്ടനവധി മാർഗ്ഗങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പരിപാലിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു 2-3 മാസം, നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസം 1-1.5 മാസമായിട്ട് നമ്മൾ ഇത്തരത്തിലും ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ സീസൺ അനുസരിച്ച് മാറുകയും ചെയ്യും. ഈ ആയുർവേദത്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ ഈ സമ്മർ സീസണിൽ കൊടുക്കുന്ന ചികിത്സ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളായിരിക്കത്തില്ല ഒരു തണുപ്പ് സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വിൻ്റർ സീസൺ വരുമ്പം അന്നേരം നമ്മുടെ ആഹാരത്തിന് മാറണം. അതുപോലെ തന്നെ വ്യായാമങ്ങൾ, ഇപ്പോൾ നമ്മളെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വ്യായാമമൊക്കെ ചെയ്യുന്നവരാണ്, ജിമ്മുകളിലൊക്കെ പോയി. എന്നാൽ ഈ സമയത്ത് അതിനും നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസ് വെക്കണം. നമ്മൾ സാധാരണ സമയത്ത് ചെയ്യുന്ന അത്രത്തോളം വ്യായാമം ഈ സമയത്ത് ചെയ്യേണ്ടതില്ല. നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഗവൺമെൻറ് പോലും പത്രങ്ങളിൽ കൂടെയൊക്കെ അറിയിപ്പ് നടത്തുന്നുണ്ട്. തൊഴിലാളികളെയൊക്കെ സംബന്ധിച്ചോളം 11 മണി മുതൽ 3 മണി വരെ അവർ ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യാൻ പാടില്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരിട്ട് സൂര്യപ്രകാശം വെക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഇവരുടെ കായികാധ്വാനം കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും. അത് ഒരുപക്ഷെ മോഹാലസ്യം മുതൽ കോമയിലോട്ടൊക്കെ പോകുന്ന സ്റ്റേജുകൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുകൂടാതെ നമുക്കറിയാം, ഈ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗ്രീഷ്മ ഋതു അല്ലെങ്കിൽ സമ്മർ സീസണിൽ പകൽ കുറേ സമയം കിടന്ന് ഉറങ്ങണമെന്ന്. ശരിക്കും പറഞ്ഞാൽ പകൽ ഉറക്കം എന്ന് പറയുന്നത് ഉറക്കാൻ പാടില്ല എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം അനുസരിച്ച്. എന്നാൽ ഈ ഗ്രീഷ്മ ഋതുവിലെ വേനൽക്കാലത്ത് കുറച്ച് സമയമെങ്കിലും പകല് കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. അതും ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ചില ആയുർവേദ ചികിത്സകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിരോധാര, അതുപോലെ അഭ്യംഗം, ലേപനം, ശരീരത്തിൽ ചെയ്യുന്ന ധാര, ചെയ്യുന്ന ചില നിയന്ത്രണങ്ങൾ, ചില പ്രത്യേകതര ആഹാരങ്ങൾ കഴിക്കുക, ഇവയൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഋതു ശരിക്കും നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ഓരോ കാലാവസ്ഥകൾ മാറുമ്പോൾ ശരീരത്തിന് അതിനനുസരിച്ച് നമ്മുടെ ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കൂടി ഈ ഗ്രീഷ്മ ഋതു നമ്മുടെ ചില ചികിത്സാ പദ്ധതികൾ സഹായിക്കുന്നതാണ്.